ശരിക്കും പി സി ജോർജ് ആരെയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യപത്രം എന്ന് പറയുന്നത് ഈ തുറന്നു കിടക്കുന്ന ഗേറ്റാണ്. 24 മണിക്കൂറും ഈ ഗേറ്റ് ഓപ്പണിങ് ആർക്കും ഏത് സമയത്തും വരാം. ഈരാറ്റുപേട്ടയിൽ വന്നിരിക്കുന്ന മിക്കവാറും എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനത്തിലും നിൽക്കാൻ പറ്റിയല്ല, ഒരു രാഷ്ട്രീയത്തിലും നിൽക്കാൻ പറ്റിയല്ല. അദ്ദേഹത്തിന്റെ മനസ്സും ആർക്കും വേണ്ടിയും തുറന്ന ഒരു മനസ്സാണ്. ഇവിടെ ആർക്കും കയറി വരാം. നമസ്കാരം. പി സി ജോർജിന്റെ ഈരാറ്റുപേട്ടയിലെ ചേന്നാട്ട് കവലയിലുള്ള വീടിന്റെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ വീട് പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്ന് നൽകുകയായിരുന്നു. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ വീട്ടുമുറ്റത്ത് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തെ പറ്റി നാട്ടുകാരനായ ഒരു വ്യക്തിയോട് നമുക്ക് ചോദിക്കാം. എങ്ങനെയാണോ പി സി ജോർജിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പി സി ജോർജിനെ പറ്റി അതുപോലൊരു നേതാവ് ഇന്ത്യയിൽ ഇല്ലെന്നുള്ളതാണ്. ശരിക്കും ഒരു MLA അങ്ങനെ ആയിരിക്കണം. കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരു വ്യക്തിക്ക് ഒരു പ്രസ്ഥാനത്തിലും നിൽക്കാൻ പറ്റിയല്ല, ഒരു രാഷ്ട്രീയത്തിലും നിൽക്കാൻ പറ്റിയല്ല. ശരിക്കും പി സി ജോർജ് ആരെയും ഭയപ്പെടുന്ന ഒരു വ്യക്തിയല്ല. കാര്യമുള്ളത് തുറന്നു പറയും. ഒരു വീടാണെങ്കിലും വീട്ടിൽ കാര്യം പറയുന്നവൻ എപ്പോഴും പുറത്താ. അതാണ് ഇന്ന് പി സി ജോർജിനെ സംഭവിച്ച കാര്യം. ഈ രാഷ്ട്രീയക്കാർ മുഴുവൻ കൈവിടുന്നതിന്റെ കാര്യം അതാണ്. ഇപ്പം പി സി ജോർജ് BJP സജീവമാണ്, ഷോൺ ജോർജും സജീവമാണ്. അപ്പം പി സി ജോർജ് ഇങ്ങോട്ട് വന്നതിന്റെ പേരിൽ ഒത്തിരി ആൾക്കാർ നേരത്തെ ജനപക്ഷമായിരുന്നു. ആ ആൾക്കാർ കൃഷിയ മേഖലയിൽ നിന്ന് മുഴുവൻ വലിയൊരു കയറ്റം ഇങ്ങോട്ട് വന്നിട്ട്. രാഷ്ട്രീയത്തിലുപരി ഞാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ മിക്കപ്പോഴും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഗേറ്റ് എപ്പോഴും തുറന്നു കിടക്കുകയാണ്. നിങ്ങൾ 24 മണിക്കൂറും ഈ ഗേറ്റ് ഓപ്പണിങ്ങാ. പുള്ളി MLA ആയിരുന്നപ്പോഴും ഇപ്പൊ MLA അല്ലല്ലോ. എങ്കിൽ പോലും ആർക്കും ഏത് സമയത്തും വരാം. നിസാരം നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ കാണാൻ പോണേ എത്ര ആൾക്കാരെ പിടിച്ചു വേണം വരാൻ. ഇതൊന്നുമില്ല, എപ്പോഴും തുറന്നിട്ടിരിക്കും. നമുക്ക് ധൈര്യമായിട്ട് എന്ത് കാര്യവും വന്ന് തുറന്നു പറയും. പുള്ളി ചിലപ്പോൾ നമ്മള് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് ചീത്ത പറയും. പറഞ്ഞോട്ടെ, എന്നാലും ആൾക്കാർക്ക് ഒരു പിണക്കവും ഇല്ല. എന്ത് കാര്യം തന്റെ ഇടത്തോടെ ചെയ്യാൻ ഒരു കഴിവ്. അതുപോലെയാണ് ഷോൺ ജോർജ് മകനും. നിങ്ങളുടെ ഈ നാട്ടുകാർ ഈ പി സി ജോർജിനെ പറ്റി ചേട്ടൻ പല നാടുകളിലൊക്കെ പോകുന്നല്ലേ, അവരുടെ അഭിപ്രായം എന്താ? ഞാൻ ഒരു കുക്കാണ്. ഞാൻ ഇന്ത്യയുടെ പല ഭാഗത്തും പോകുന്നവനാണ്. കൂടുതലും ഞാൻ കണ്ണൂർ മേഖലയിലെ വർക്ക് ചെയ്തിട്ടുള്ളത്, മുസ്ലിംസിന്റെ ഏരിയയില്. അപ്പൊ അവര് ചെല്ലുമ്പോ എന്നോട് ചോദിക്കും ഏത് ഫുഡും ഞാനുണ്ടാക്കും. എവിടെയാ വീട്? കുഞ്ഞാറ്. ഈ പി സി ജോർജിന്റെ അടുത്താണോ? ആശാന്റെ ഒരു പ്രസംഗം കേൾക്കാൻ സ്ത്രീകളാണ് കാത്തു നിൽക്കുന്നത്. അവര് ഓന്റെ പ്രസംഗം കേൾക്കാൻ ഞങ്ങൾ കാത്തിരിക്കാനാണ്. അത്രയും ഇഷ്ടമാണ് അവർക്ക്. ജാതിമത ഭേദമല്ലേ. പിന്നെ ഇവിടെ സംസാര ശൈലിയാണ് നാട്ടുമ്പുറത്തുകാരുടെ സ്വഭാവ ശൈലി. ചിലപ്പോ പുള്ളിയെ ഇഷ്ടപ്പെടാവുന്ന ജോസഫിയും പറയും, നേരിട്ട് പറയും, എവനെയും പറയും. ഒരു ഭയവും പുള്ളിക്കില്ല. അതുകൊണ്ടാണ് സോണിയാഗാന്ധി ഇവിടുത്തെ MLA മാരെ വിളിച്ചതിൽ ഇന്ത്യയിലെ ഒരു മീറ്റിങ്ങില്, അന്ന് കോൺഗ്രസിലാ പി സി ജോർജ് സാറിന്, എന്നോടൊരാള് പറഞ്ഞു ഈ MLA ആയിട്ട് പി സി ജോർജ് സാറിനെ അവിടെ ഒരു മീറ്റിങ്ങിൽ ക്ഷണിച്ചു, ഒരു ഫംഗ്ഷന്. അപ്പൊ ചാനലുകാർ ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത്ര MLA മാർ ഇന്ത്യയിൽ ഉണ്ടായിട്ട് പി സി ജോർജ് സാറിനെ ക്ഷണിച്ചെന്ന് ചോദിച്ചത്. ശരിക്കും ഒരു MLA അങ്ങനെ വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ക്ഷണിച്ചെന്ന് പറഞ്ഞു. അത്രയും ധൈര്യം തന്റെ ഇടമുള്ള ഒരു കള്ളത്തരം ആ വ്യക്തിക്കില്ലെന്നുള്ളതാണ്. നേരിട്ട് കാര്യം പറയും. ഒരു തന്നെ നകാപ്പിച്ച വേണ്ടതാണ്. ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ അറിയാമല്ലോ. അദ്ദേഹത്തിന് ഈ ജനവുമായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തനത്തിന്റെ ഒരു സാക്ഷ്യപത്രം എന്ന് പറയുന്നത് ഈ തുറന്നു കിടക്കുന്ന ഗേറ്റാണ്. ഒരിക്കലും അടയ്ക്കാത്ത, അതായത് കോവിഡ് വന്ന് അദ്ദേഹത്തിന് കോവിഡ് ഉണ്ടോ എന്ന് സംശയിച്ച ഒരു ദിവസം മാത്രം അടച്ച് അതിനു മുമ്പ് അതിന് ശേഷമോ ഒരിക്കലും അടയ്ക്കാതെ ആർക്കു വേണ്ടിയും തുറന്നു കിടക്കുന്ന ഈ ഗേറ്റ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു പ്രതീകമാണ്. അദ്ദേഹത്തിന്റെ മനസ്സും ആർക്കും വേണ്ടിയും തുറന്ന ഒരു മനസ്സാണ്. ഇവിടെ ആർക്കും കയറി വരാം. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കയറി വരുന്നതിന് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ആർക്കും ഇവിടെ കയറി വരാം. അവരവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തോട് പറയാം. ആ പ്രശ്നങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ, അദ്ദേഹത്തിന്റെ ഈ രീതിയിൽ എന്തെങ്കിലും പരിഹാരങ്ങൾ സാധ്യമാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇത്രയും കാലങ്ങൾക്കിടയ്ക്ക് ആരും ഇവിടുന്ന് നിരാശരായിട്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ട വന്നിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അത്ര ആഴത്തിലുള്ള ഒരു ബന്ധമാണ്. എനിക്ക് തോന്നുന്നത് ഈ നിയോജക മണ്ഡലത്തിലെ ഒരു നല്ല ശതമാനം ആളുകളെ, ഒരു പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകളെ, വോട്ടർമാരെ പേരെടുത്ത് വിളിക്കുവാൻ മാത്രം ആളുകളുമായിട്ട് അടുപ്പമുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മറ്റൊരാൾ ഉണ്ടോ എന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല. അതാണ് അദ്ദേഹവുമായിട്ടുള്ള അടുപ്പം. ഇപ്പൊ എവിടെ ചെന്ന് കഴിഞ്ഞാലും അദ്ദേഹത്തിന് അത് ഏത് തരത്തിലുള്ള ആളുകളും, അത് പണ്ഡിതരായിക്കോട്ടെ, പാമരരായിക്കോട്ടെ, ദരിദ്രരായിക്കോട്ടെ, സമ്പന്നരായിക്കോട്ടെ, കർഷകരായിക്കോട്ടെ, വ്യവസായികളായിക്കോട്ടെ, കച്ചവടക്കാരായി, എല്ലാ തലത്തിലുമുള്ള ആളുകൾ, അത് ജാതി മത ഭേദമന്യേ, വർണ്ണവർഗ ഭേദമന്യേ എന്ന് തന്നെ പറയാം, മുഴുവൻ ആളുകളെയും അദ്ദേഹത്തിന് നേരിട്ട് അറിയാവുന്ന ആളുകളാണ് അതിൽ കൂടുതൽ ആൾക്കാരും. അവരെ പേരെടുത്ത് വിളിക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ആ അടുപ്പം അദ്ദേഹം പൂർണ്ണമായിട്ടും ആ അടുപ്പം എല്ലാ തരത്തിലും
നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയാണ് അദ്ദേഹം ഇപ്പോഴും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈരാറ്റുപേട്ടയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ബന്ധം എങ്ങനെയാണ്? ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്ന ഈരാറ്റുപേട്ടയായിട്ട് ഈരാറ്റുപേട്ടയെ അദ്ദേഹം ഇപ്പോഴും നന്നായിട്ട് സ്നേഹിക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഈരാറ്റുപേട്ടയിൽ വന്നിരിക്കുന്ന ഒരുപാട് ഒട്ടനവധിയൊന്നുമല്ല, മിക്കവാറും എല്ലാ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നതാണ്. അദ്ദേഹം ഇപ്പോഴും ഈരാറ്റുപേട്ടയെ സ്നേഹിക്കുന്നു, ഈരാറ്റുപേട്ടയുള്ള ആളുകളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയിക്കേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഈരാറ്റുപേട്ട ഏതെങ്കിലും തരത്തിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പൊതുപ്രവർത്തകനല്ല അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു. എന്നോട് അദ്ദേഹം സ്വകാര്യമായുള്ള സംഭാഷണങ്ങളിലും ഒക്കെ പറഞ്ഞിരിക്കുന്നതിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. പി.സി. ജോർജിനെ പറ്റി നാട്ടുകാർക്കും പറയാനുള്ളത് ഇത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ അറസ്റ്റിലേക്ക് കടക്കുമ്പോഴും ഇപ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ ആൾക്കൂട്ടമുണ്ട്. അദ്ദേഹം അല്പസമയത്തിനകം സ്റ്റേഷനിലേക്ക് മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഈരാറ്റുപേട്ടയുടെ വികസനം അറിഞ്ഞ, ഈരാറ്റുപേട്ടയുടെ നാട്ടുകാരെ അറിഞ്ഞ ഒരു MLA കൂടിയായിരുന്നു പി.സി. ജോർജ് എന്നാണ് നാട്ടുകാർക്കും പറയാനുള്ളത്. ക്യാമറമാൻ ഇതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, കോട്ടയം.